കളർഫുൾ ആയിട്ടുള്ളൊരു മാല ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ക്രിസ്റ്റൽ ഷേപ്പിലുള്ള കളർ ബീഡ്സ് എടുക്കുന്നുണ്ട്, ഫ്ലവർ ഷേപ്പിലുള്ള കളർ ബീഡ്സ് എടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഹോള് വരുന്നത്. കോർത്തെടുക്കാനായിട്ട് ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക് കോഡാണ് എടുത്തിട്ടുള്ളത്. എലാസ്റ്റിക്കിൽ നിന്നും നമുക്ക് മാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ലൂസാക്കിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തിലൂടെ നമ്മൾ ഫ്ലവർ ബീഡ്സ് ഓരോ കളറായിട്ട് കോർത്തെടുക്കുന്നുണ്ട്. പിങ്ക് ഫ്ലവറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവർ ബീഡ്സ് മാലയുടെ സെൻറ്റർ ഭാഗത്തും ബാക്കി ഭാഗത്ത് ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ബീഡ്സാണ് കോർത്തെടുക്കുന്നത്. അങ്ങനെ ഫ്ലവർ ബീഡ്സ് ഓരോ കളറായിട്ട് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന രണ്ട് ഭാഗത്തായിട്ട് ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ബീഡ്സ് ഓരോ കളറായിട്ട് കോർത്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള മാലയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള എലാസ്റ്റിക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ വേറെ ഒരു കൊളുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും. എലാസ്റ്റിക് ആണെന്ന് വെച്ചിട്ട് ഇത് പെട്ടെന്ന് ലൂസായി പോകുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് ഭാഗത്തും ഒരേ എണ്ണം ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് സാധാരണ കെട്ടിടുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 4-5 പ്രാവശ്യം ഇതുപോലെ ടൈറ്റാക്കിയിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റം വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അങ്ങനെ നമ്മുടെ മാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏത് ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് മേക്കിംഗ് വീഡിയോകൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.